കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കളം നിറഞ്ഞു നിൽക്കുന്നത് CPM-ഉം BJP-യുമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് വന്നത്. എവിടെയോ ചില പതറിച്ച സംഭവിച്ചു. ഇനി അപ്പം അങ്ങോട്ട് കളം നിറയാൻ പോകുന്നത് CPM-ഉം BJP-യും മാത്രമായിരിക്കും. ആരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്നതാണ് പ്രധാന ചിന്താ വിഷയം. ഹൂ വിൽ സെറ്റ് ദി അജണ്ട ഫോർ ഇലക്ഷൻ? ഇപ്പോഴും ഭരണപക്ഷത്തിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഇൻകംബന്റ് എന്ന നിലയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത്, ഒരു ഡെവലപ്മെന്റൽ അജണ്ടയാകാം, ഒരു വിഷയാധിഷ്ഠിത അജണ്ടയാകാം. എപ്പോഴും അതിന്റെ പ്രയോജനം കേന്ദ്രത്തിൽ പലപ്പോഴും എടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും NDA മുന്നണിയുമാണ്. സംസ്ഥാനത്ത് ആ അജണ്ട സെറ്റ് ചെയ്തതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ LDF-ന്റെ വിജയത്തിന് ആധാരമായതിൻ്റെ പ്രധാന കാരണം സ്വാഭാവികമായി ഉണ്ടായ കലാമിറ്റീസാണ്, അല്ലേ? കോവിഡ് എന്ന കലാമിറ്റി, വെള്ളപ്പൊക്കം എന്ന കലാമിറ്റി. ഈ രണ്ട് കലാമിറ്റിയെയും ഡീല് ചെയ്ത ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം, അത് അജണ്ടയായി. അത് കിറ്റും, നമ്മൾ ഭംഗിയാന്തരേണ പറയും കിറ്റും പെൻഷനും എന്ന് പറയുന്ന അജണ്ട സെറ്റ് ചെയ്ത് ആ അജണ്ടയ്ക്ക് ഒരു മറുപടി കൊടുക്കാൻ കോൺഗ്രസിനും BJP-ക്കും ഒന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല, കഴിയുകയുമില്ലായിരുന്നു. ഇപ്രാവശ്യം UDF സെറ്റ് ചെയ്തൊരു അജണ്ടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നത് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പൊ BJP-യും ഇടതുപക്ഷവും വലിയ പ്രതിരോധത്തിലായിരുന്നു. കാരണം എന്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട? ഇതായിരുന്നു വിഷയം. ഇപ്പോഴിതാ പെട്ടെന്ന് കേരള രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഈ സ്പൈസ് ഗേൾസ്, അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഈ സ്പൈസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എനി ഗേൾ റിലേറ്റഡ്, ലേഡി റിലേറ്റഡ് ഇഷ്യൂ, സെക്സ് സ്കാൻഡൽ വിൽ ജനറേറ്റ് ഇൻട്രസ്റ്റ് ഇൻ കേരളാസ് പൊളിറ്റിക്കൽ ഫ്രട്ടേണിറ്റി. കാരണം ലൈംഗിക ദാരിദ്ര്യം വല്ലാതെ അനുഭവിക്കുന്ന ഒരു ജനത, ഒരു കൂട്ടം ആളുകൾ, എല്ലാവരും അല്ലെങ്കിൽ പോലും അവിടെ വേവുന്നൊരു പരിപ്പാണ് സരിത അല്ലെങ്കിൽ സ്വപ്ന. അതുമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്ന സ്ത്രീകൾ കൊണ്ടുവരുന്ന ചിന്തകൾ എപ്പോഴും മറുപക്ഷം ക്യാപിറ്റലൈസ് ചെയ്യും. തീർച്ചയായും അത് കോൺഗ്രസിനും UDF-നും വലിയ വെല്ലുവിളി തന്നെയാണ്. മറ്റൊരു വിഷയത്തിലൂടെ അതിനെ മറികടന്നാലല്ലാതെ ഈ അജണ്ടയിൽ നിന്ന് മാറാനാവില്ല. അപ്പോഴാണ് മൾട്ടിപ്പിൾ അജണ്ടകളുമായി CPM-ഉം BJP-യും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരണം അയ്യപ്പ എന്നിപ്പോൾ പറയുന്നത് ഇടതുപക്ഷമാണ്. 2019 അയ്യപ്പ ശരണങ്ങൾ വിളിച്ചത് BJP ആണെങ്കിൽ ഇപ്പോൾ അത് ഇടതുപക്ഷം അയ്യപ്പനെ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം അയ്യപ്പ സ്തുതികളിൽ മുഖരിതമാണ്. അയ്യപ്പ സംഗമത്തിന് വേദി ഒരുക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. അപ്പം ഭരണം കയ്യിലുള്ളതിന്റെ പ്രയോജനമാണ് ആഗോള അയ്യപ്പ സംഗമം. അവിടെ അയ്യപ്പ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക് 5 സ്റ്റാർ താമസ സൗകര്യങ്ങൾ, ഇത്ര കോടി രൂപയുടെ മുതൽ മുടക്കിൽ ഇത്ര 5 ദിവസം അവിടെ അയ്യപ്പ സന്നിധിയോടടുത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ അജണ്ടയാണ്. ഇതെങ്ങനെയാണ് നേരിടുക? ഇതിനെ നേരിടാനൊക്കുന്നത് BJP-ക്കാണ്, കോൺഗ്രസിനല്ല, UDF-നല്ല. അവിടെ NDA ശക്തമായ രംഗത്ത്. ഇതിന്റെ പിന്നിലെ ഒരു ഇരട്ടത്താപ്പ്, അല്ലെ അനാക്രോണിസം, അല്ലെങ്കിൽ അവസരവാദപരമായ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ CPM-നെതിരെ BJP വാളും പരിചയമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിനെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുമോ? ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധത്തെ ന്യായീകരിക്കുമോ? അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമോ? എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ സ്വന്തം പാളയത്തിലെ പട ഇപ്പോൾ ഒതുക്കിയതിന് ശേഷം മാത്രമേ ആരെയും തലയും മുറുകി ഇടതുപക്ഷത്തിനെതിരെ വരാനാവൂ. ഇപ്പോൾ UDF-നൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്ന ഒരു സമയത്താണ് മാങ്കൂട്ടത്തിൽ വിഷയം വന്നത്. ഇപ്പൊ 140 അംഗ നിയമസഭയിൽ 71 എന്ന മാജിക് നമ്പർ, ഈ മാജിക് നമ്പറിലേക്ക് എത്താൻ കോൺഗ്രസ് പാർട്ടി രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും KC വേണുഗോപാലും, ഈ 3 ബിഗ് 3 ഒരുമിച്ച് നിൽക്കുകയും K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനാവശ്യ വെടിപൊട്ടിക്കലുകൾ നടത്താതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ UDF-ന് കൃത്യമായ നമ്പേഴ്സ് ലഭിക്കും എന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ UDF പ്രതിരോധത്തിലും LDF ആക്രമണോത്സുകതയിലും വന്നത്. ഇപ്പോൾ നോക്കൂ, പെൺകേസുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇടതുപക്ഷത്തിനെതിരെ. അത് ആളിക്കത്തിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നീക്കം എന്നതിനുപരിയായ അർത്ഥം കേരള ജനത ഒരു പക്ഷേ ഇപ്പോൾ കാണില്ല.
അതുകൊണ്ട് ഒരിക്കൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എടുത്ത വിഷയങ്ങൾ വീണ്ടും 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 അലക്കാൻ പരിമിതിയുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് വെരി ഫ്രഷ്. അദ്ദേഹം കൗബോയ് ആണ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കൗബോയ് ശൈലിയിൽ നിന്ന ഒരാൾ ഇപ്പോൾ വീണിരിക്കുന്നു. അപ്പോൾ വീണത് വിദ്യയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു. വീണത് വിദ്യയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ച തങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി മാതൃകാപരമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റൽ എടുക്കാൻ നോക്കുന്നു. ഇതൊന്നും തന്നെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് കരുതുന്നില്ല. അതുകൊണ്ടാണ് LDF അഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ചത്തുകിടന്ന LDF മെഷീനറി സടകുടഞ്ഞെഴുന്നേക്കുന്ന നൗ ദേ ആർ ടേസ്റ്റിംഗ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ സക്സസ് ടേസ്റ്റ് ചെയ്യുകയാണ്. തുടർ ഭരണത്തിന്റെ സാധ്യതയിലേക്ക് ഇപ്പോൾ LDF ആത്മവിശ്വാസത്തോടുകൂടി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഭവന സന്ദർശനം. LDF എക്കാലത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അണികളാണ്. അണികൾ വലിയ രീതിയിൽ കേഡർ ബേസ്ഡ് ഒരു സംവിധാനമാണ്. ഏത് പുഴുക്കുത്തുകളെയും നല്ല ഒന്നാന്തരമായി വെള്ള പൂശിയെടുക്കാൻ തക്ക ഒരു സംഘടനാ സംവിധാനമുണ്ട് LDF. അത് BJPക്കുമുണ്ട്. കോൺഗ്രസിൽ ഇല്ലാത്തതും അത് തന്നെയാണ്. അതുകൊണ്ട് ഒരുവൻ കോൺഗ്രസിൽ വീഴുമ്പോൾ ആർത്ത് ചിരിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ ചുറ്റും കൂടും, അല്ലേ? ഇവിടെ LDF അങ്ങനെയല്ല. അപ്പൊ LDF ഇതിൽ തീർച്ചയായും നേട്ടം കൈവരിക്കും. അജണ്ട തന്നെ സെറ്റ് ചെയ്ത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടെങ്കിലും ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തന്നെയാണ്. അതിനാണ് അയ്യപ്പൻ തുണൈ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലെ, ഇതിനകത്ത് ഇനിയിപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം അതിലൂടെ CPM അങ്ങ് കളം നിറയ്ക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇതിൽ ജനസമ്പർക്ക പരിപാടിയും തുടങ്ങുകയാണ്. അത് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുമായിട്ട് സാധാരണക്കാർക്ക് കാര്യങ്ങൾ പരാതി പറയാനും അതിനെ തുടർന്ന് അത് എത്രത്തോളം വരെ എത്തി എന്നുള്ള കാര്യങ്ങളിലുള്ള തുടർ അന്വേഷണവും കാര്യങ്ങളും ഒക്കെയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പദ്ധതിയുമാണ് സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജനസമ്പർക്ക യാത്രയിലാണ് രക്ഷാപ്രവർത്തകർ കളം നിറഞ്ഞത്. ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പൊട്ടിയ ചെടിച്ചട്ടികളുടെയും ഈ പൊട്ടിപ്പോയ ഹെൽമറ്റുകളുടെയും ഒക്കെ എണ്ണം വലിയ വലിയ എണ്ണമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുമോ? പഴയ ഓർമ്മകൾ, അഭിശപ്തമായ ചില ഓർമ്മകൾ തട്ടിയെടുക്കാൻ UDF അവസരം കൊടുക്കുമോ? ഇതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക യാത്ര, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ജനസമ്പർക്കത്തിന്റെ 7 അയലത്ത് പോലും വന്നില്ല പിണറായി വിജയൻ നടത്തിയ 5 സ്റ്റാർ ജനസമ്പർക്ക യാത്ര. അപ്പൊ അതുകൊണ്ട് അതിനൊരു പുതുമ ഉണ്ടാവില്ല. ഇപ്പോൾ LDF കൊണ്ടുവരുന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിന് കുറച്ച് കൾച്ചറൽ ഡയമെൻഷൻ ഉണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായ ഒരു ഡിബേറ്റിലേക്ക് പോയാൽ LDF ഒരുപക്ഷെ നഷ്ടമാണ്. വികസന ഡിബേറ്റിലേക്ക് പോയാലും ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു സാംസ്കാരിക ഡിബേറ്റിലേക്ക് പോകുന്നത് തന്നെയാണ് BJPക്കും ഇടതുപക്ഷത്തിനും നല്ലത് എന്നൊരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഡിബേറ്റ് തന്നെ, അതാണ് ഞാൻ അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞത്, അങ്ങോട്ട് പോകുന്നത്. അപ്പൊ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാവുന്ന എന്താണ്? ഇടതുപക്ഷത്തിന്റെ വീഴ്ചകൾ, വികസനപരമായ വീഴ്ചകൾ ഒന്നൊന്നായി, അഴിമതി കഥകൾ ഒന്നൊന്നായി, ഇപ്പൊ കരിമണൽ ഉൾപ്പെടെ, വീണ വിജയൻ, SFIO ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ ഒന്നൊന്നായി എടുത്തുകൊണ്ട് അലക്കാൻ കിട്ടുന്ന അവസരം ഒരു കൾച്ചറൽ ഡിബേറ്റിൽ മുങ്ങിപ്പോകും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജനസമ്പർക്ക യാത്രയ്ക്ക് ഇനിയിപ്പോൾ ഒരു പുതുമയില്ലാത്തത് കൊണ്ട് അത് കാര്യമായ ട്രാക്ഷൻ സൃഷ്ടിക്കുമെന്ന് പറയാനാവില്ല. പക്ഷേ ഓണമാണ്, ക്ഷേമ പെൻഷനുകൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെടും. ഒരു പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഏജന്റ് പണവുമായി എത്തുമ്പോൾ, വീട്ടുപടിക്കൽ എത്തുമ്പോൾ പാർട്ടിയുടെ ഒരു കേഡർ അവിടെ ഉണ്ടാകും. ഞങ്ങളുടെ സർക്കാരാണ് തന്നത്, ഓർമ്മയുണ്ടാവണം. അത് വോട്ടായി നാളെ മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു സംവിധാനം അവർക്കുണ്ട്. അതുകൊണ്ടാണ് LDF ഇക്കാര്യത്തിൽ, കാരണം നമുക്കറിയാമല്ലോ ഈ 5 വർഷം എങ്ങനെ ഭരിച്ചാലും അവസാന 4-5 മാസത്തെ ഓർമ്മകളാണ് വോട്ടിംഗ് തീരുമാനത്തെ ബാധിക്കുന്നത്. അവിടെയാണ് ആ ഒരു തീരുമാനം ഇപ്പോൾ ഇതാ ഈ ലോഞ്ചിങ് പാഡിൽ എത്തി നിൽക്കുകയാണ്. LDF ഇതാണ് ലോഞ്ചിങ് പാഡ്. ഇനിയുള്ളതെല്ലാം തന്നെ വമ്പൻ പ്രസ്താവനകളും വമ്പൻ പ്രഖ്യാപനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ കുത്തൊഴുക്കായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഖജനാവ് ശൂന്യമാണ് എങ്കിൽ പോലും വിത്തെടുത്ത് കുത്തിയാലും ശരി, അടുത്ത ഒരു ജന്മം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്ന പത്തായത്തിൽ കിടക്കുന്ന വിത്തെടുത്ത് കുത്തിയേ പറ്റൂ. ഇത് സാധിക്കുന്നത് ഭരണമുള്ളതുകൊണ്ട് മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.